ഷുഗർ കട്ട് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ ഇതൊക്കെ സംഭവിക്കും, ഒരു മാസം കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും, ഒരു വർഷം കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല വീഡിയോസും കാണാറില്ലേ. സയന്റിഫിക് ആയിട്ടൊന്നുമല്ല, ഞാനൊരു കോമൺ സെൻസ് വെച്ചിട്ട് ഒരു കാര്യം പറയാം. ഈ ഷുഗർ കട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഷുഗർ എന്ന ടേം കൊണ്ട് മിക്ക ആളുകളും മീൻ ചെയ്യുന്നത് ഈ വൈറ്റ് റിഫൈൻഡ് ഷുഗർ ആണ്, അതായത് പഞ്ചസാര. ഫ്രൂട്ട്സ് അല്ല, റൈസ് അല്ല, കാർബോഹൈഡ്രേറ്റ്സ് അല്ല, ഈ പറഞ്ഞതൊക്കെ ഷുഗർ തന്നെയാണ്. ഷുഗർ ഇറ്റ്സെൽഫ് ഒരു പോയിസൺ ഒന്നുമല്ല, എക്സസ് ആയി ഷുഗർ കഴിക്കുന്നതാണ് പ്രശ്നം. ഈ റിഫൈൻഡ് ഷുഗർ സഡൻലി സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് ദിവസത്തിനുള്ളിൽ ഡോപ്പമീൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ സെറ്റിൽ ആവും. അതുകൊണ്ട് ക്രേവിങ്സ് കുറയാനുള്ള ചാൻസ് ഉണ്ട്, ഇൻസുലിൻ ലെവൽസ് സ്റ്റേബിൾ ആവും, വാട്ടർ വെയിറ്റും കുറയും. എക്സസ് ഷുഗർ റിമൂവ് ആവുന്നതിന്റെ റിസൾട്ട് ആണ്. ഇനി റിയാലിറ്റി പറയാം. 99% ആളുകളും വീടിന്റെ ഉള്ളിൽ അടച്ചിരിക്കുന്നവരാണോ? അല്ല. നമ്മൾ ഈവനിങ് ആയ ഫ്രണ്ട്സോ പാർട്ട്നേഴ്സോ ഒക്കെ ആയി ഒന്ന് പുറത്തു പോവും, കല്യാണങ്ങൾക്ക് പോവും, ഫാമിലി ഗെറ്റ് ടുഗദറിന്, അങ്ങനെ പല പരിപാടികൾ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും ഷുഗർ ഉണ്ടാവും ഫോർ ഷുവർ. ഒരു ലോങ് ടേം കൺട്രോൾ ഇല്ലാതെ ഞാൻ ഷുഗർ കട്ടിലാണ് എന്ന് പറഞ്ഞ് മാറി നിന്നാൽ ഇവഞ്ച്വലി ഒരു പോയിന്റിൽ അത് ബ്രേക്ക് ആവും. സോ സ്മാർട്ട് ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് മോഡറേഷൻ ആണ്, എലിമിനേഷൻ അല്ല. നമ്മൾ കഴിക്കുന്നതിൽ ഏതൊക്കെയാണ് ഷുഗർ ഉള്ളത്, എന്തൊക്കെ ടൈപ്പ് ഷുഗർ ആണ് എന്ന് മനസ്സിലാക്കുക. റിഫൈൻഡ് ഷുഗർ റെഡ്യൂസ് ചെയ്യുക, ലിക്വിഡ് ഷുഗർ അവോയ്ഡ് ചെയ്യുക, അതുപോലെ ഇനഫ് പ്രോട്ടീൻ കഴിക്കുക. ഇത്രയും മതി. അതെല്ലാം നിങ്ങൾക്ക് നല്ല വിൽ പവർ ഉണ്ട്, നല്ല ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ കട്ട് ഔട്ട് ഷുഗർ കംപ്ലീറ്റ്ലി ലൈഫ് ലോങ്, അത് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് പറ്റില്ലെങ്കിൽ കൺട്രോൾ ചെയ്താൽ മാത്രം മതി. ഡോണ്ട് സ്ട്രെസ് ടു മച്ച്.